ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരവും സങ്കടകരവുമായ വാർത്ത. മുൻ സുഹൃത്തിന്റെ ആക്രമണത്തിനിരയായി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന പോക്സോ അതിജീവിത ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി ഇവരുടെ ആരോഗ്യാവസ്ഥ അതീവ മോശമായി തുടരുകയായിരുന്നു. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിഗുരുതരമായ രീതിയിൽ ചികിത്സയിലായിരുന്നു ഈ അതിജീവിത ഉണ്ടായിരുന്നത്. ഇപ്പോൾ മരണം എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? സൈഫുദ്ദീൻ 5 ദിവസം കൊച്ചി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞതിന് ശേഷമാണ്, അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ അതിജീവിത ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിനിരയായ ഈ പെൺകുട്ടി 19 വയസ്സുകാരിയ പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. അല്പസമയം മുൻപാണ് ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിക്രൂരമായ ആക്രമണത്തിനിരയായി കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് ഈ പെൺകുട്ടിയെ ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആദ്യം ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത്, പിന്നീടാണ് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഏതായാലും ഈ പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിന് തലച്ചോറിനടക്കമേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ കഴുത്തിലും അടിവയറ്റിലും അടക്കം ഈ ചുറ്റിക ഉപയോഗിച്ച് അടക്കം മർദ്ദിച്ചിരുന്നു. ദേഹമാസകലം മർദ്ദനമേറ്റിരുന്നു. അതുതന്നെയാണ് ഈ മരണത്തിന്റെ കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പെൺകുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ഡോക്ടർമാർ കഴിയുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് തലച്ചോറിനേറ്റ ഗുരുതരമായ ഈ പരിക്ക്, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഇത്ര അധികം ഗുരുതരമായ വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. നേരത്തെ 6 ദിവസം ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഈ അതിജീവിതയുടെ പോക്സോ കേസ് അതിജീവിതയായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ അക്രമി ആൺ സുഹൃത്തായ അനൂപ് കടന്നു വരികയും രാത്രി മുഴുവൻ ഈ പെൺകുട്ടിയെ ഇയാൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ കഴുത്തിൽ ഷോള് മുറുകിയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലെ മുറിവുകളൊക്കെ ഉറുമ്പരിച്ച നിലയിലാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നപ്പോൾ. അപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറേയേറെ ദിവസമായി ഈ പെൺകുട്ടി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ഈ പെൺകുട്ടി ഇപ്പോൾ ഈ ചോറ്റാനിക്കരയിലെ ഈ സംഭവത്തിൽ ഈ 19 വയസ്സുകാരിയായ പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. സൈഫുദ്ദീൻ, അതിക്രൂരമായ പീഡനവും അതിക്രൂരമായ അനുഭവങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോക്സോ അതിജീവിത മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ പങ്കുവെക്കുന്നത്. 5 ദിവസം മുൻപ് വീട്ടിനുള്ളിൽ അവശ്യ നിലയിലാണ് 20-കാരിയെ കണ്ടെത്തിയത്. ചോറ്റാനിക്കരയ്ക്ക് സമീപമാണ് യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിൽ, എന്നുവെച്ചാൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് അന്ന് കണ്ടെത്തിയത്. കയ്യിൽ മുറിവുകളുണ്ടായിരുന്നു. കയ്യിലും ശരീരത്തിലുമാകെ വലിയ മുറിവുകളുണ്ടായിരുന്നു. മുറിവിൽ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. കഴിഞ്ഞ 2 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാർ പല രീതിയിൽ ശ്രമിച്ചെങ്കിൽ കൂടിയും ഇന്ന് അല്പസമയം മുമ്പ് പോക്സോ അതിജീവിത 20 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത.